വിശേഷം. ഞാനിന്ന് തിരുവാതിര റെസിപ്പിയുടെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കൂവ പായസമാണ് കേട്ടോ. കൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നല്ല നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കൂവ. നമ്മൾ തിരുവാതിരയ്ക്ക് മാത്രമല്ല എല്ലായ്പ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. ഈ കൂവപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ ഒരു കൊല്ലൊക്കെ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് അടച്ചു വെച്ചാൽ ഇരുന്നോളും. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുത്തുണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ദാ ഇങ്ങനെ ഇത്രയും തിക്കായിട്ടുള്ള രൂപത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കണേ കേട്ടോ. അപ്പൊ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണതാണ് ഇഷ്ടം. ഇത് തണുപ്പിച്ചാലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. നാലച്ച് ശർക്കര, ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഉരുക്കാൻ വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ കൂവ എടുത്തേക്കണത് ഒരു 1/2 ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പൊ അത് ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കലക്കി കൊടുക്കാം. അപ്പൊ അത് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം വേണം കേട്ടോ. അങ്ങനെയാണ് അതിന്റെ അളവ്. അപ്പൊ ഞാൻ 1/2 ഗ്ലാസ് എടുത്തോണ്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറവായി കഴിഞ്ഞാൽ ഇത് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളം പാകത്തിന് ഒഴിക്കണം. അപ്പൊ ഞാനിത് ഉണക്കുമ്പോൾ ഇതിൽ പൊടി പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് അരിച്ചെടുത്തു കേട്ടോ. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടി ആയതുകൊണ്ട് ഇവിടെ കുറേശ്ശെ പൊടി പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അരിച്ചെടുത്തു. അപ്പൊ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ശർക്കര ഉരുക്കിയതും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുക്കണേ. അരിച്ചൊഴിക്കണത് കരട് പെടാതിരിക്കാൻ വേണ്ടിയാണ്. അത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്കിത് ഇങ്ങനെ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈയെടുക്കാതെ ഇളക്കണം. കാരണം ഈ പൊടി അടിയിൽ ഊറാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. അതിങ്ങനെ ചൂടാകുമ്പോഴത്തേക്ക് ഇതിന്റെ രൂപം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് നാശാവും. അപ്പൊ ഞാൻ നാളികേരം ചിരകി എടുത്തേക്കണത് നമ്മൾ 3/4 കപ്പ് പൊടിയാണല്ലോ എടുത്തത്. അപ്പൊ 3/4 കപ്പ് നാളികേരം തന്നെയാണ് അതിന്റെ അളവ് കേട്ടോ. ഇങ്ങനെ ഏകദേശം ആയി വരുന്ന ഒരു ടൈമിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച നാളികേരം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. ഈ കൂവ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാട്ടോ. നമുക്ക് ഈ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് കുറുക്കി കഴിച്ചാൽ നല്ലതായിരിക്കും. ഇതായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് കേട്ടോ അത് കുറുകി ഈ പരുവത്തിലെത്തുക. അപ്പൊ നമ്മൾ ഈ സമയത്ത് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയാണ് ഇത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അതാ നല്ല കട്ടയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ചു നേരം ഒന്ന് ഒരു 8-10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ ദാ ഞാനിതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണ ആ ഒരു പരുവത്തിലാണ് എടുത്തേക്കണേ കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല കട്ടയതാണ് ഇഷ്ടം. അപ്പൊ ഇങ്ങനെ ഈ പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ത് പറയാ, കുറച്ചധികം പറയാൻ എന്തെങ്കിലും. അപ്പൊ ദാ പായസം റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ആറിട്ടോ. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കണം തന്നെയാണ് തിരുവാതിരയ്ക്ക്. എന്നാലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, കുറച്ച് ടൈം മതി. അപ്പൊ തിരുവാതിരയുടെ അന്ന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.